എന്റെ വണ്ടി ഏടെ ഓടണം ഞാൻ തീരുമാനിക്കും. എന്റെ വണ്ടി അങ്ങനെ ഓടണേ നീ വീട്ടിൽ ഓടിയാ മതി. എനിക്ക് മാത്രം കൊമ്പ് വിടാ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ചേട്ടാ, ഈ തെക്കേ തറവാകില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കിഴക്കേ ഭാഗത്തിലാണ്. അത് തിരിഞ്ഞു പോയ തെക്കേ തറവാ. അവിടത്തേക്ക് ഞാൻ ഒരു ഓട്ടം പോയതാണ് ഇതിന്റെ പ്രശ്നം. ഒരു ഓട്ടം പോയാൽ എന്തോ നിങ്ങളിപ്പോ ഇങ്ങനെ പ്രശ്നം? ഓനാടെ ഓട്ടം പോയ ഓനെ ഞാൻ കത്തിക്കും. എന്തിന്? എന്നാ കത്തിക്കട വഴക്കുണ്ടാക്കല്ലേ? എന്താ ഇപ്പൊ മൂപ്പര് ഒരു ഓട്ടം പോയി നിങ്ങൾക്ക് പോയപ്പോ? ഏട്ടാ, തെക്കേത്ര ഭാഗത്ത് റോഡില്ല, ആടെ കുണ്ടാന്ന്. ആടെ ഒരു ദിവസം ഓട്ടം പോയി കഴിഞ്ഞാൽ വണ്ടി വർഷാപ്പിലാ. അപ്പൊ ഇവിടുത്തെ സ്റ്റാൻഡിൽ നമ്മൾ ഡ്രൈവർമാരിൽ ഒരു തീരുമാനം എടുത്ത് ഇനി ആടെ ഓട്ടം പോകുന്നില്ല, ഇനി ആടെ റോഡ് റെഡിയാക്കിയിട്ട് ഓട്ടം പോകുന്നുള്ളൂ. അപ്പൊ ഈ പരിപാടി നടന്നുണ്ടോ? പരിപാടിക്ക് ഞാൻ എന്റെ പോലെ കൈമാണ്ടി ഇനി കൊണ്ടുത്തരുമോ? എന്ത് വർത്താനം പറഞ്ഞു കൊടുത്തു? നീ ആരെ കയറ്റിയേ വണ്ടിയിൽ? നീ ആരെ കയറ്റിയേ? ആരെ കയറ്റിയ? പാർട്ടിക്കാർക്ക് ഒരു അത്യാവശ്യം വന്നാൽ പിന്നെ ഞാൻ കൊണ്ടുപോണ്ടേ? പാർട്ടിക്കാരെ എന്റെ പാർട്ടിക്കാരോട് പറഞ്ഞ റോഡ് നേരെ എന്നെ കൊണ്ട് പറയാൻ. അതെ അതെ അതെ, വഴക്കും വെക്കാനൊന്നും ഉണ്ടാക്കണ്ട. വല്ലാണ്ട് തെക്കും തിരക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും. സംഗതി ഇപ്പൊ സംഗതി മനസ്സിലായി കേട്ടോ. രണ്ടാമത്തെ കാര്യമൊക്കെ മനസ്സിലായില്ലേ? തർക്കം വേണ്ട. ഇതിലേക്ക് പോയി കേട്ടോ. തർക്കത്തിന് കണ്ട ഒരു പോയിന്റ് കൂടി ആ റോഡ് ആ നിരക്കായി കിടക്കുകയാണ്. അപ്പോ ഭരണപക്ഷം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു റോഡും കൂടിയാണ് അത് എന്നുള്ളതൊരു പോയിന്റ് അല്ലേ? തെക്കത്തറ ഒന്ന് പോയിന്റ് ചെയ്തോളി. അല്ലടാ, ഈ വേസ്റ്റ് ഒക്കെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടിട്ടേ ലോറി വരാൻ പറഞ്ഞിട്ട് എന്താ വരാത്ത? എടാ, അവിടെ വഴി ബ്ലോക്കായി കിടക്കാണ്. എവിടെ ബ്ലോക്ക്? ചേട്ടൻ അറിഞ്ഞില്ലേ? രാവിലെ മുതലേ മറ്റേ പോലീസുകാര് മറ്റേ സാരില്ല റിബണും കാലൊക്കെ അത് കെട്ടി വെച്ചിരിക്കാണ് അവിടെ. എന്തിനെ? അവിടെ ഒരു മന്ത്രി വന്നുണ്ട്, എനിക്കറിയൂ. ഈ മന്ത്രി രാവിലെ തന്നെ വന്നെന്നും പറഞ്ഞിട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക. നാണുണ്ടോ അയാൾക്ക്? നിങ്ങൾ എന്തിനാണ് ഈ മന്ത്രിമാരെ കുറ്റം പറയണേ? ഈ മന്ത്രി എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ കേരളത്തിന്റെ മന്ത്രിയാണ്. നമ്മൾ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു മന്ത്രി. ആ മന്ത്രി പോകുമ്പോ അതിൻ്റെതായ ചിലതുണ്ട്. അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അവർക്ക് പോവാൻ ഒരു തടസ്സം ഇല്ലാണ്ട് പോകേണ്ടി വരും. അതൊക്കെ നിയമത്തിലുള്ളതല്ലേ? സാധാരണ ഒരാളല്ലല്ലോ പോണ്. ആരുടെ ആവശ്യത്തിനാണ് ഈ മന്ത്രി പോണ്? സാധാരണക്കാരന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പോണത്. അപ്പൊ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ഈ പറയണ മന്ത്രി എന്നെ ഒരു ആവശ്യത്തിന് ഇത്തിരി നേരം വൈകി വന്ന ഇയാൾക്ക് എന്താ പറയാ? അയാൾ കണ്ട ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത എത്ര നേരം വൈകിട്ടാ വരുന്നത്? ഇത് പറയില്ലേ നീ? അതെ, ഈ 4 പണിക്കാരെ കൊണ്ടുവരാൻ പറഞ്ഞ അവരവിടെ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നില്ലേ? രണ്ടെണ്ണം അടിച്ചിടക്കാണ്. അതന്നെ, ഇതാണ് കുഴപ്പം. ഞാൻ പിന്നെ വന്നുള്ളൂ. പിന്നെ എങ്ങനെയാ നാട് നേരാകുക? നാട്ടിലാർക്കും പണിയില്ല പറഞ്ഞിട്ട് കൊടിയും പിടിച്ച് നടക്കാൻ എല്ലാവരും. പണിയെടുക്കാൻ വിളിച്ചാലോ അന്നാരും വരൂല്ല. അതെ, ഇതൊക്കെ നീ ഇങ്ങനെ കൂട്ടിയിട്ടത് ഇങ്ങനെ ഭംഗിയാക്കി വെക്കല്ലേ വേണ്ട. ഒന്നല്ലെങ്കിൽ ഇത് വെറുതെ പറഞ്ഞു വിടാനുള്ള വണ്ടി കൊണ്ടുവരാൻ നോക്ക്. ഇല്ല പണിക്കാരുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് നോക്ക്. ഉച്ചയാകുമ്പോഴേക്കും ഈ സാധനം അവിടെ എത്തിക്കാൻ നോക്ക്. ഉച്ചയാകുമ്പേ എന്താണ്? എടാ, ഇത് കൊണ്ടുപോയിട്ട് അടുത്ത ലോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടേ. വണ്ടി ബ്ലോക്ക് അല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ ഈ പണിയണ്ട. ഈ പൊക്കോ ഒന്ന് പണിയണ്ട. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു 200 രൂപ വരും. എന്തിന്? ഒരു കോട്ടർ വാങ്ങിക്കാൻ. ഓക്കെ, മമ്മട്ടി ട്രിപ്പ് ഉണ്ട് കേട്ടോ. ശരി, കാരണം കിട്ടാൻ വേണ്ടി ഇരിക്കണം. എന്താ? അതെ, ഈ വഴി അങ്ങോട്ട് പോണത് ബ്ലോക്കാണല്ലോ. വഴി എന്താ ഇപ്പൊ തീരുന്നത്? നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരല്ലേ? ഇല്ല, നമ്മളേ ഒന്ന് അപ്പുറത്തോട്ട് പോകാൻ അപ്പൊ അവിടെ ഗതാഗത തടസ്സം എഴുതി വെച്ചു. അതിപ്പോഴൊന്നല്ല, അതൊരു 10-15 കൊല്ലമായിട്ട് അങ്ങനെയാണ്. അവിടെ ആ ബോർഡ് മാത്രമേ ഉള്ളൂ. ബോർഡ് ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് അടിച്ച് ബ്ലോക്ക് ആണെന്ന് എഴുതി വെക്കും. റോഡ് അത്രേ ഉള്ളൂ ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോവില്ല. അത് അവിടെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു തോടുണ്ട്, ഒരു കൈത്തോടുണ്ട്, കനാലേ. അത് ഒരു വെള്ളപ്പൊക്കത്തിന് ഒലിച്ചാണ്ട് പോയതാ. അതിന്റെ ശേഷം റോഡ് വീതി കൂട്ടാൻ പറ്റിയിട്ടില്ല അവിടെ. ആ റോഡ് ഇങ്ങനെ തന്നെ കുറെ കാലമായി. MLA കാര്യക്ഷമമല്ല. ഞങ്ങളുടെ ഈ നിയോജകമണ്ഡലത്തിനൊരു ശാപണ്ടേ ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏത് പാർട്ടിയുടെ MLA ആണ് ജയിക്കണമെങ്കിൽ അതിന്റെ എതിർ പാർട്ടി ആയിരിക്കും ഭരിക്കുന്നുണ്ടാവും. ഒരിക്കലും ഇന്ന് വരെ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ MLA ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ ഒരു ശാപം. അത് എന്താന്ന് വെച്ചാൽ ഈ MLAക്ക് വികസനം നടക്കരുത്. അപ്പൊ അവര് പാരമൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ MLA പ്രതിപക്ഷത്തിന്റെ MLA ആണ്. പക്ഷെ നമ്മളൊക്കെ കരുതും ആ MLAക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പാരയ്ക്കുന്നല്ലേ? റോഡിന് കാശ് പാസ്സായിട്ടുണ്ട്. ഫണ്ട് പാസ്സായിട്ടുണ്ട്. എല്ലാത്തിനും സർക്കാർ അനുകൂലമാണ്. എന്താ നടക്കാത്തതിന്റെ? ഇപ്പൊ
ഇപ്പൊ MLA നിൽക്കുന്ന ആളുണ്ടല്ലോ, അയാളുടെ വല്യച്ഛന്റെ തറവാട്ടിൽ നിന്നാണ് ഈ റോഡിന് സ്ഥലം കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ സർക്കാരിന് കുറ്റം പറയാ? അപ്പൊ ഇവര് മാറണം. മാറിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾ തോറ്റല്ലോ, അത് ഈ ഇപ്പോഴത്തെ MLA അനിയനാ, ഏട്ടന്റെ അനിയനാണ്. രണ്ട് പാർട്ടി ഒരേ തറവാട്ടിലെ കുളത്തുനിന്ന് പോയ വലയിലെ, അല്ലാണ്ട് കാര്യമില്ല. പാർട്ടി പ്രവർത്തകരൊക്കെ ഉണ്ട് കൊടി വെച്ച് അടികൊള്ളാനല്ലാണ്ട് ഒരു കാര്യമില്ല. പിന്നെ അവര് മരിക്കുമ്പോ അവരുടെ മക്കള് പിന്നെ അവരുടെ മക്കള് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ തറവാട്ടിൽ നിന്ന് സ്ഥാനാർത്ഥി ഉള്ളൂ. പിന്നെ എന്താ വോട്ട് ചെയ്യണ ഒരു ചുമതലേ ഉള്ളൂ മണ്ഡലത്തില്. ആൾക്കാർ. അപ്പൊ ശരിയെന്നാ. പിന്നെ ഈ വീട് പുതിയത് പണിയണ? അതിപ്പോ എന്താ അറിയോ, പെട്ടെന്ന് നമ്മുടെ സർക്കാർ എന്തൊക്കെ പറഞ്ഞു നമ്മൾ ചെന്ന് ചോദിക്കുമ്പോ ഒരു ഖജനാവില് പൈസ ഇല്ല, ആകെ സർക്കാർ ഇപ്പൊ ഉഴപ്പോന്ന് വെറുതെ പറയണേ. പാവങ്ങളുടെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ എല്ലാവർക്കും മറ്റേ പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിതാ വീടിന് അപ്ലൈ ചെയ്തു, ഉടനെ തന്നെ 5 ലക്ഷം റുപ്യ പാസ്സായി. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ പണി നടക്കുന്നത് അതാണ്. പിന്നെ ഈ തോടിന്റെ അപ്പുറത്തുള്ള വീടുകൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പൊ അധീനം നിങ്ങൾക്ക് വരാന്ന് വെച്ചാൽ ഇന്ന് വരാൻ പറ്റില്ല. അന്ന് മന്ത്രി പോണ്ടേ, അപ്പൊ ആ സിഗ്നലിന്റെ അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ടേക്കാ. ഇനി മന്ത്രി പോയാലേ റോഡ് തുറന്നു വിടും. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ മന്ത്രിയാണ്, ആവശ്യ സമയത്ത് എത്തണ്ടേ. അതിന്റെ പ്രോട്ടോകോൾ നോക്കിയിട്ട് പോലീസ് അടുപ്പൊക്കെ നിയമല്ലേ. നമ്മളിപ്പോ ഈ കാര്യത്തിന് വേണ്ടിട്ട് ഇങ്ങനെ അലഞ്ഞ സകല ലോകമൊക്കെ ചുറ്റി പോണ്ട വഴിയൊന്നും ഇങ്ങനെ ആലോചിക്കാണ്. വഴി മുട്ടിയായിരുന്നു പറയാൻ വയ്ക്കല്ലേ. പിന്നെ നമുക്ക് ഈ ലോകമൊക്കെ വെയിലും കൊണ്ട് നടന്നിങ്ങനെ അന്വേഷിക്കണ നേരം കൊണ്ട് ഇതിപ്പോ കണ്ടില്ലേ പോയിന്റുകൾ എത്ര കിട്ടിപ്പോ ഇവിടുന്ന്. ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിലേ ഇരു പാർട്ടികളും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതേപോലെ കുറെ പോയിന്റ് നമുക്ക് കിട്ടും. ഒരു വഴിയുണ്ട് സാറേ, ഇവിടെ തൊട്ടപ്പുറത്ത് എന്റെ ഒരു ചെറിയച്ഛനുണ്ട്. ചെറിയച്ഛൻ എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിന്റെ വലിയ ആളാണ്. ചെറിയമ്മയാണെങ്കിലാ പ്രതിപക്ഷവുമാണ്. രണ്ടുപേർക്കും നല്ല വിവരമുള്ളവരാണ്. നമുക്കൊന്ന് ഇതില് പോയപ്പോ കേറിയാന്ന് പറഞ്ഞിട്ട് അവിടെ കേറാം, കഥയും കേൾക്കാം, ഫുഡും കഴിക്കാം, ഒരു റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. +2 പഠനം പൂർത്തിയായി പ്രധാന പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികളാണ് +1 വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ 2 ഗ്രൂപ്പായി തിരിഞ്ഞ് ഏറെ നാളായി തുടരുന്ന തർക്കമാണ് അടിപിടിയിലെത്തിയത്. +1 വിദ്യാർത്ഥി ഇൻസ്റ്റഗ്രാം സീരിയസ് ആയിട്ട് ന്യൂസ് കണ്ടോണ്ടിരിക്കണതിന്റെ ഇടയിൽ പിന്നെ ചുവന്ന ചാനൽ വരുന്നത് എന്താണ്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവര് പറഞ്ഞ തിരിച്ചു മറിച്ചും പറയണല്ലേ നിങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കണേ. കുറച്ചേരം വിശ്രമിച്ചിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യാമല്ലോ, വിവരങ്ങളും അറിയാം. കൊറേ നാളായി ഞാനിവിടെ വന്നിട്ടേ, അപ്പൊ ഒന്ന് കേറുമ്പോ അതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. മണ്ടോദരി, നിനക്ക് ജോലി ഉണ്ട്, പൈസ ഉണ്ട് എന്നുള്ള എന്റെ അഹങ്കാരാണ്. അത് നീ എന്നോട് എടുക്കണ്ട. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് നിന്റെ ഇവിടുന്ന് കാസർഗോട്ടേക്ക് വേണമെങ്കിൽ കിട്ടിക്കും. അതെനിക്കറിയാം. അങ്ങനത്തെ മൂരാഴ്ച സ്വഭാവം നിങ്ങളുടെ സർക്കാരിന്റെ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് പാർട്ടിയെ പറ്റിയിട്ട് സർക്കാരിനെ പറ്റിയിട്ട് ഒന്നും പറയരുതെന്ന്. എന്താണ് പറയണെന്ന് കേൾക്കല്ല, അത് നിനക്ക് തന്നെയാണ് ദോഷം. എന്നാ ഞാൻ പറയും, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നതാ പണ്ടും ഇപ്പോഴും ഇനിയും എന്റെ സ്വഭാവം. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടുണ്ടോ? കൃത്യസമയത്ത് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? പിന്നെ നിയമസഭ കൂടിയ സമയത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എന്താണ്? എന്താ പറഞ്ഞത്? അത് കേട്ടില്ലേ? പറഞ്ഞത് കേട്ടിട്ട് കാര്യമില്ലല്ലോ. പൈസ എവിടെ? അത് കൊടുക്കും സാറേ. ഞാൻ പറഞ്ഞില്ലേ, നിയമസഭയുടെ മുമ്പിൽ പോയി നിന്നാലും ഇത്രയും മെറ്റീരിയൽ കിട്ടൂല. അല്ല, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. കേന്ദ്ര സർക്കാർ എല്ലാ വർഷവും ജാനുവരിയിലും ജൂലൈയിലും ക്ഷാമബത്ത കൃത്യമായിട്ട് 2 ഗഡുക്കളായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സർക്കാരിന് എന്താ അത് പറ്റാതെ? എന്താ സർക്കാരിന് പറ്റാത്ത? പിന്നെ സർക്കാർ കൊടുക്കണില്ലേ? എന്നിട്ട് എവിടെന്നെ പൈസ? എവിടെന്നെ? മുഖ്യമന്ത്രി പ്രസംഗിച്ചത് കേട്ടില്ലേ? പ്രസംഗിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ 2021 ജാനുവരി തൊട്ട് ഈ 2024 ഇപ്പൊ ഈ മാർച്ച് വരെയുള്ള 39 മാസത്തെ പൈസ എവിടെ? ഡേറ്റ് ഒക്കെ കറക്റ്റ് ആണ് പറയണതേ. അതെ, നീ ഈ പാർട്ടിയെ പറ്റിയിട്ട് സാധാരണ പ്രതിപക്ഷത്തിന്റെ ആളുകൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കല്ലേ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് കണ്ടില്ല എന്ന് അടിച്ചിട്ടാണ് ഈ വർത്തമാനം പറയണത്. ഒരു കാര്യം നടത്തുമ്പോ അത് എന്താണ്, എങ്ങനെയാണ്, ഏത് രീതിയിൽ പോകുന്നൊക്കെ ഉള്ളത് പാർട്ടി കൃത്യമായിട്ടല്ല സർക്കാർ കൃത്യമായിട്ട് പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് നടപ്പിലാക്കും. അത് നടപ്പിലാക്കിയിട്ടുണ്ട്. എത്രയോ പദ്ധതി നടപ്പാക്കിയിട്ടില്ലേ? അതെ, നടപ്പിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടല്ലോ, അവരുടെ പെൻഷൻ, കോൺട്രിബ്യൂട്ടീവ് പെൻഷൻ വേണ്ട, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മതി എന്ന് ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ തീരുമാനം എടുത്തേ? നമുക്കറിയാൻ പറ്റുമോ? എന്താ അതിന് കുഴപ്പം? നീ ഒരു സർക്കാർ ജോലിക്കാരില്ലേ? അതെ അതെ. അപ്പൊ അതിന്റെ ഒരു വകതിരിവ് നീ കാണിക്കണ്ടേ? അതുകൊണ്ടാ ഞാൻ ചോദിക്കണേ. മന്ത്രിമാരെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എത്ര വർഷം? 5 വർഷം.
പിന്നെ അവർക്ക് ചെയ്തു കൊടുക്കണ്ടേ? ഇവിടെ PSC റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായ ആൾക്കാർ വായും പൊളിച്ചിരിക്കുക, ജോലി എന്നോ വരും നോക്കിക്കൊണ്ട്. ആ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് ഡെയിലി വേജസിന് ആളെ വെക്കുക. പാർട്ടിക്ക് താല്പര്യമുള്ളവരെ അങ്ങോട്ട് വന്നോ, ഡെയിലി വേജസ് അങ്ങോട്ട് കൊടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പൊ എന്താ ഈ റാങ്ക് ലിസ്റ്റിന് പുറത്തുള്ള ആൾക്കാർ മനുഷ്യരല്ലേ, അവർക്ക് ജീവിക്കൊന്നും വേണ്ടേ? അപ്പൊ ഈ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരെന്താ മനുഷ്യരല്ലേ, അവരിങ്ങനെ വായും പൊളിച്ചിരുന്നാ മതിയോ? സാറേ 3 കോടി ജനങ്ങളുടെ വിഷയമാണ് ഈ കിട്ടണത്. കിടന്ന് വെയിൽ കൊണ്ട് ചാകണ്ട, എല്ലാം ഇതിന്റെ അകത്തുണ്ടേ. മനുഷ്യരെ പറ്റിയൊന്നും നിങ്ങൾ പറയൊന്നും വേണ്ട. ആ കർഷകരുടെ എത്ര കൃഷി വന്യജീവികൾ വന്ന് നശിപ്പിച്ചു, അവർക്കൊരു നഷ്ടപരിഹാരം കൊടുക്കാൻ നിങ്ങളുടെ സർക്കാരിന് പറ്റിയോ? കർഷകര് മനുഷ്യരല്ലല്ലോ അല്ലേ? ആവശ്യത്തിനൊക്കെ കിട്ടിയല്ലോ. അല്ല, നമുക്കുള്ള കിട്ടി, ഫുഡ് കിട്ടിയില്ലല്ലോ. ഇല്ല, ഞാൻ ബെല്ലടിക്കട്ടെ. ആർക്കും മാത്രമുള്ള ആള് മര്യാദക്കാരാണേ. അതെ, സത്യം പറയുമ്പോ നിങ്ങൾ എന്നെ പ്രതിപക്ഷാക്കും, അതാണ് നിങ്ങളുടെ കുഴപ്പം. നമുക്ക് ഇവിടുന്ന് കഴിച്ചാൽ ശരിയാവില്ല. മനസ്സിലായോ? അന്തരീക്ഷം ശരിയല്ല. ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇപ്പൊ ഞാൻ ഇത് കണ്ട, ഞാൻ കേബിളിന്റെ പൈസ കൊടുക്കണം. നടക്കാൻ പോകുന്നത് ഇത് എന്ത് റിപ്പോർട്ടാണിത്? ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് കോയ തന്ന റിപ്പോർട്ടിൽ ഒരു മോശം പരാമർശമല്ല, നല്ലതാണെന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ പ്യാര് തന്നേക്കുന്ന റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ എഴുതിയിരിക്കുന്നു. അതുപോലെ കോയ തന്നേക്കുന്നത് റോഡിന് ഒരു കുഴപ്പമില്ല, നല്ല റോഡുകളാണെന്നാണ്. പ്യാര് തന്നേക്കുന്നത് റോഡ് പ്രശ്നമാണെന്ന്. അതുപോലെ മന്ത്രിസഭയുടെ പ്രതിച്ഛായ പറ്റി കോയ നല്ലത് എഴുതിയിരിക്കുന്നു, പ്യാര് എഴുതിയിരിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മോശമാണെന്ന്. ഇത് എന്തായത് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോയല്ലേ സർവേ നടത്തിയ റിപ്പോർട്ട് ഇറക്കിയത്? അതെ, എന്നാലും പൊതുജനം പലവിധമാണല്ലോ സാർ. അപ്പൊ ഇങ്ങനെ റിപ്പോർട്ട് എന്താ വന്നേ? സാർ, എന്റെ റിപ്പോർട്ട് സത്യസന്ധമായിട്ട് ജനങ്ങളുടെ അഭിപ്രായം ക്രോഡീകരിച്ചിട്ടുള്ളതാണ് സാർ. എന്റെ അതെ സാർ. അതെ, എനിക്കിത് രണ്ട് റിപ്പോർട്ട് അങ്ങനെ വന്നു എന്നുള്ളത് അറിയണം സാറേ. ഞാൻ ഭരണകക്ഷിയുടെ യൂണിയനിൽ പെട്ട ഒരാളാണ്, എനിക്ക് അങ്ങനെ നെറുകേട് കാണിക്കാൻ പറ്റില്ല സാർ. സാറേ, ഞാനും ഭരണകക്ഷിയിലെ യൂണിയനിൽ അംഗത്തുള്ള ആള് തന്നെയാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് എൻ്റെ മനസ്സ് പ്രതിപക്ഷത്താണ്. കാരണം അവര് ഭരണത്തിലിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു ജോലി കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു ആത്മാർത്ഥത ഞാൻ എൻ്റെ റിപ്പോർട്ടിൽ കാണിക്കണമല്ലോ സാറേ. എന്നാലും ഞാൻ ഈ റിപ്പോർട്ട് മേളിലേക്ക് അയക്കാം. ഇനിയിപ്പോൾ ഞാൻ അയച്ചു എന്ന് വെച്ചിട്ട് സർക്കാരിനെ പറ്റി നല്ലത് എഴുതിയ കോയയ്ക്ക് പ്രൊമോഷൻ കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് മോശം പരാമർശം നടത്തിയ പ്യാരിക്കെതിരെ നിയമ നടപടി ഉണ്ടാവുമെന്നും വിചാരിക്കണ്ട. കാരണം പലപ്പോഴും ഈ സർവേകളൊക്കെ അർത്ഥശൂന്യമാണ്. അതൊന്നും പൂർണ്ണമല്ലടോ, ഇതൊക്കെ ഒരു ഏകദേശം വെച്ചിട്ട് തയ്യാറാക്കണല്ലേ. അല്ല സാറേ, പിന്നെ എന്താണ് ഇതിന്റെ ഒരു ഉദ്ദേശം? നമ്മൾ ഈ സർവേ ചെയ്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ ഇത്രയും അത് ഞാൻ പറഞ്ഞുതരാം. ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതിൽ മുഴുവൻ പഞ്ചായത്തും പിടിച്ചെടുക്കണമല്ലോ. അപ്പോ ഏത് പഞ്ചായത്തിലാണോ വോട്ട് കുറയുന്നത് അത് ഏത് വിഷയത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ വിഷയം പരിഹരിക്കുക. ചുരുക്കി പറഞ്ഞ ഓടുന്ന വട്ടിക്ക് ഒരു പുഴ മുമ്പേ. അത്രേ ഉള്ളൂ സാറേ. ഇത് അവരുടെ പാർട്ടിയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്താനുള്ള സർവേ അല്ലേ ഉള്ളൂ. നമ്മൾ പോലീസുകാരെ ഇതിന് ബുദ്ധിമുട്ടിക്കണം എന്തിനാ? ഒരു രസം. സാർ, മായം